ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? പഞ്ചാബികളെ ഇങ്ങോട്ട് വരുത്തരുത്. എന്തായാലും അങ്ങോട്ട് ചെന്നേ പറ്റൂ. നീ ഒന്നും ആലോചിക്കണ്ട, വണ്ടിയിലോട്ട് കയറി. നീ കേറ്. ഇവിടെ കേറാനല്ലോ എന്നോട് പറഞ്ഞത്. നീ കേറിക്കേ, ഇവിടെ കേറ്. ആ വണ്ടി വിട്ട്. ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന്. വേണ്ട, ഒരു സത്യം നീ ലംഘിച്ചു. നിന്റെ അവകാശികളെ തേടി നീ പോയി. ഇനിയൊരു സത്യം കൂടിയുണ്ട്. പൂജയെ വിട്ട്, ഈ കുടുംബം വിട്ട് നീ പോവില്ലെന്ന്. ഇനി അതും ലംഘിക്കോ നീ? അവൾക്ക് വേണ്ടി ഒരുക്കിയ പന്തലിൽ ഒരിക്കൽ അവളുടെ കണ്ണീര് വീണതാ. ഇനി അവൾക്കൊരു ചതിവ് പറ്റിയ ഞാൻ കാരണം പൂജ ഒരിക്കലും വേദനിക്കില്ല. ഇതെന്റെ വക ഒരു സമ്മാന, ഒരു മോതിരം. ഇത് നിന്റെ വിരലിൽ കേറില്ല, അത്രക്ക് ചെറുതാ. നിനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതില്ല. എന്നെ കൊണ്ട് അത്രേ കഴിയുള്ളടാ. നമസ്തേ, അങ്ങോട്ടിരിക്കാം. കല്യാണം നടന്നോ? നടക്കാൻ പോണേ ഉള്ളൂ. നടക്കാൻ പോണ ഇപ്പഴാ? നടക്കാനൊക്കെ പിന്നെ പോവാന്ന് പറ. ആദ്യം കല്യാണം നടത്താൻ നോക്ക്. ഇതും കൂടെ നടന്നില്ലേ പിന്നെ ഇതും പറഞ്ഞ് എനിക്കിതിന്റെ പോലെ നടക്കാൻ പറ്റൂല. നടക്കാൻ നീ ആടാ നടരാജനാ. ജലന്ധറിലെ കച്ചവട രാജാക്കന്മാർ ഒരാളാ മിസ്റ്റർ ജോഗീന്ദ്ര സിംഗ്. വരണം വരണം. ഉണ്ണി, ഇത് എന്റെ അച്ഛനാ. ഇത് ഇവന്റെ അമ്മയാ. നിർത്തൂ. ഇത് ഇവന്റെ പെണ്ണ, ഇവന്റെ മുറപ്പെണ്ണ്. ഇവക്ക് വേണ്ടിയാ ഞങ്ങൾ വന്നത്. എന്റെ മോനെ അങ്ങ് തിരിച്ചു തരണം. തിരിച്ചു തരാനും? അതെ, ഞങ്ങൾക്ക് അവനെ തിരിച്ചു തന്നേ പറ്റൂ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, ഞങ്ങൾ ഉണ്ണിയം കൊണ്ടേ പോകൂ. നീ ഇവനെ കൊണ്ടുപോകോ? കൊണ്ടുപോകൂടാ, കൊണ്ടുപോകും. എന്താ സംശയം? എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് നീ അവനെ കൊണ്ട് പോവോ? തന്നെ എട്ടാം പേരെ ആളെ കെട്ടിയില്ലേ നിന്റെ പെങ്ങളെ കളകിക്കൂട്ടെ തള്ളടാ. മര്യാദക്ക് മാറി കിടങ്ങട്. ഇത് എന്താ? വിട്ടുകൊടുക്കില്ല. ആര് വന്നാലും വിട്ടുകൊടുക്കില്ല.
ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ മോനെ ഇങ്ങ് വിട്ടു തരണം. ഇത്രയും നാൾ ഉണ്ണേട്ടന്റെ വിധവാന്ന് പറഞ്ഞെങ്കിലും ഞാൻ കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെ കഴിയേണ്ടത്? പറ, കുട്ടി തന്നെ പറ. അവൾക്കൊന്നും പറയാൻ കഴിയില്ല. ഓമയ ഉണ്ണിക്ക് വേണ്ടി ജനിച്ച പെണ്ണ് ഞാനല്ല. നീയാ. നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് ഞാൻ വരില്ല. ഒരിക്കലും. വയ്യ. ഒരാളുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് ഈ വീട്ടിലാരും സന്തോഷിക്കാറില്ല. ജീവനും ത്യാഗം ചെയ്യുന്നവരാ പഞ്ചാബികള്. ആ രക്തമല്ല അവൾക്കും. അവളും ത്യാഗം ചെയ്യട്ടെ. മനസ്സിലെ സങ്കടം പറഞ്ഞൊന്ന് കരയാൻ പോലും വയ്യ. അതിനെ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടിട്ട് പോണത്? ഈ കുടുംബത്തിന്റെ മുഴുവൻ ശാപം വാങ്ങിയിട്ട് നമുക്കൊന്നും നേടണ്ട. ഉണ്ണിയേട്ടനെ ഞാൻ ശപിക്കില്ല. ഞങ്ങൾ ആരും ശപിക്കില്ല. ഞാൻ ഇനി നിങ്ങൾ ആരെയും വിഷമിപ്പിക്കില്ല. വിധവയുടെ വേഷവും കേട്ടില്ല. ആ മിണ്ടാപ്രാണിക്കൊരു ജീവിതം കൊടുത്ത എന്റെ മനസ്സിൽ ഉണ്ണിയേട്ടൻ ഇനിയും വലുതാവുകയുള്ളൂ. നിറഞ്ഞ മനസ്സോടെ ഞാനീ പറയണേ.